സോ ഹലോ ഗായ്സ്, ഞാൻ നിയോൺ. എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. പഴയ വേൾഡ് ഡിലീറ്റ് ആയിപ്പോയി എൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കേണ്ട സമയത്താണത് അറിയാതെ ഡിലീറ്റ് ആയി പോയത്. സോ നമുക്കെന്തായാലും മാറ്റടിച്ച് തുടങ്ങാം. പിന്നെ ഈ വേൾഡിൻ്റെ സീഡ് ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്തെടുത്തതാണ് ഷോർട്സ് നോക്കി. സോ സീഡ് വേണ്ടവർക്ക് ഞാനത് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ എവിടെയെങ്കിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, തൂത്തുവിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താണാവോ, ആർക്കറിയാം. ഓക്കെ, വെയിറ്റ്. കുറച്ച് വുഡ് നമ്മൾ മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്കത് ഓക്കാക്കാം, അല്ല പ്ലാങ്ക് ആക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഇച്ചിരി സ്റ്റിക്കും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്കിതവിടെ വെച്ചിട്ട്, ഇത് എയറിലിരിക്കുന്നുണ്ടല്ലോ, അത് ഈ ഫ്ലവർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും. നമുക്കിതിനോട് ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമുക്കിനി കുറച്ച് കല്ല് മൈൻ ചെയ്തെടുക്കാം. ഓക്കെ, 9 എണ്ണമായിട്ടുണ്ട്. ഒരു 12 എണ്ണം എടുത്തുകൊണ്ട് പോകാം. ബാക്കി പിന്നെ ആവശ്യമുള്ളത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പം ചെയ്യാം. ഓക്കെ, 15 എണ്ണം എടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് മണ്ടിക്കോട്ട് കയറി പോവാം. 1 2 3 4 5 എണ്ണം എടുത്തിട്ടുണ്ട്. ബാക്കി 3 എണ്ണം കൈവണ്ടി ഇരുന്നോട്ടെ, ആവശ്യം വരെയായിരിക്കും. സോ നമുക്കിനി നമ്മുടെ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാം. ഇത് സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഷവലും ഒരു ഹോയും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ക്രാഫ്റ്റ് ലെവൽ പൊട്ടിച്ചിട്ട് ഈ സീഡ് എടുക്കാൻ കാരണമായിട്ടുള്ള മെയിൻ സ്ഥലത്തോട്ട് നമുക്ക് പോകാം. അത് ഇങ്ങോട്ടാന്ന് തോന്നണു, അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പണിയാണ്. സോ അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സെൻറ്റർ വരുന്നത്. ഞാൻ ഈ സീഡ് എടുക്കാൻ കാരണം ഇതൊക്കെ തന്നെയാണ്, ബിക്കോസ് വില്ലേജ് അവിടെ ഉണ്ട്. സോ നമുക്കത് ഏർലി ഗെയിം ഇച്ചിരി എളുപ്പമാക്കും. പിന്നെ വേറൊരു വില്ലേജ് തപ്പി നമുക്ക് പോകേണ്ട ആവശ്യമില്ല. സോ ഞാൻ എങ്ങനെയാലും ഒന്ന് താഴെത്തിയിട്ട് അവിടുത്തെ ഒരു ബെഡ് സ്വന്തമാക്കി എടുക്കട്ടെ. പിന്നെ ഇങ്ങോട്ട് പോവാം, ഇവിടേക്കാണ് വഴിയുള്ളത്. ഓക്കെ, ഇങ്ങോട്ട് പോവാം. ഓക്കെ, ഇതാണ് വില്ലേജ്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിട്ട് നോക്കുമ്പോൾ വലിയൊരു മലയാണ് ശരിക്കും കാണണ്ടേ. അത് റെൻഡറാവാൻ സമയം എടുക്കണം. അങ്ങനെ തന്നെയാണ്, ചുറ്റും വലിയൊരു മലയാണെന്നാണ് എൻ്റെ അറിവ്. ഞാൻ അതൊന്ന് കൂട്ടിയിട്ടിട്ട് കാട്ടിത്തരാം. റെൻഡർ കൂട്ടിയിട്ട് 12 ചങ്ക് ഇട്ടിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. കാണാൻ പറ്റി, ഓക്കെ ആയി. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത്. റെക്കോർഡ് ചെയ്യണ സമയത്ത് റെക്കോർഡ് തന്നു, അതാണ് ഇങ്ങനെ കാട്ടണേ. ഓക്കെയാണ് ഗൈസ്, റെക്കോർഡിങ് ഇഷ്യൂ ആണെന്ന് തോന്നണു. സൗണ്ട് റെക്കോർഡ് ചെയ്തപ്പോൾ ഡിലേ ആയിപ്പോയി. ഫസ്റ്റത്തെ എപ്പിസോഡ് തന്നെ ഭയങ്കര ഐശ്വര്യം. ഞാനത് അടുത്ത എപ്പിസോഡ് ശരിയാക്കാം. സോ എന്തായാലും രാത്രി ആവാറായതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പം തന്നെ രാത്രിക്ക് ഒരു ബെഡാണ് തപ്പി വയ്ക്കുക. പക്ഷേ ഈ വീട്ടിലുണ്ടായില്ല. സോ ഞാൻ നേരെ ചെന്ന് അടുത്ത വീട്ടിലോട്ട് കയറി. അവിടെ ഭാഗ്യത്തിന് ബെഡ് ഉണ്ടായിരുന്നു. സോ ഞാൻ നേരെ ചെന്ന് കിടന്നുറങ്ങി. കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് നേരെ ചെന്ന് നമുക്ക്
ഈ വേൾഡ് എന്നാണ്. ഞാൻ എൻ്റെ ബേസ് വയ്ക്കാൻ പോണ സ്ഥലം ഒന്ന് ജസ്റ്റ് ഓവറോൾ ചുറ്റിക്കറങ്ങാമെന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് റെക്കോർഡിങ് ഓണാണോ ഓഫാണോ പോയോന്നൊക്കെ നോക്കുന്നുണ്ട്. കാരണം ഇടയ്ക്ക് ഒന്ന് ഓഫായി പോകുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു. കുറേ കാലം ഉണ്ടായില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. ബട്ട് പിന്നെ ആ പ്രോബ്ലം തിരിച്ചു വന്നു. ഞാനത് ശരിയാക്കിയത് എന്താണെന്നറിയില്ല, ബട്ട് ആ പ്രോബ്ലം തിരിച്ചു വന്നു. ഞാൻ ഇവിടുന്ന് ഫുൾ മൗണ്ടൻ കവർ ചെയ്യണത് നിങ്ങളെ ലൈവായിട്ട് കാട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് 2-3 കോപ്പറും കുറച്ച് അയണും എനിക്ക് കിട്ടി. അതൊക്കെ കാട്ടിത്തരാം ഞാൻ. അതെപ്പോഴും എവിടെ വെച്ചാന്നൊക്കെ ഞാൻ മറന്നുപോയി. ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ ഹൗസ് വെച്ചാണ്, പക്ഷെ എവിടുത്തെ ഹൗസെന്ന് മറന്നുപോയി. ഷെയ്ഡ് ഇട്ടണത് കൊണ്ട് റെക്കോർഡിങ്ങിന് വലിയ കുഴപ്പമില്ല, പക്ഷെ സൗണ്ട് ഡിലേ ആവണ്. അത് ഇടയ്ക്ക് വെച്ചവർ നോ സൗണ്ട് ഡിറ്റക്റ്റഡ് എന്നും പറഞ്ഞ് എഴുതി കാട്ടി. സോ അവരിതാണ്. സോ ഇങ്ങനെയാണ് ചുറ്റിക്കറങ്ങിയാൽ കാണാൻ പറ്റുക. പിന്നെ കുറേ വില്ലേജറുണ്ട്. വില്ലേജിൻ്റെ ഹൗസുണ്ട്, ഫാമുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെയുണ്ട്. സോ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ വലിയ പണി വരില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് കോളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഈ വില്ലേജ് ഫുള്ള് ലൈറ്റ് ചെയ്യണമെന്നാണ്. അല്ലെങ്കിൽ ഫുൾ സോംബി വന്ന് അറ്റാക്ക് ചെയ്ത് ഇവർ ചത്തുപോകും. എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ സംഭവിച്ചത് അത് തന്നെയാണ്. കഴിഞ്ഞ സീരീസിൽ ഡിലീറ്റായി പോയ വേൾഡിൻ്റെ സീരീസിൽ അത് ഞാൻ വില്ലേജറിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്തില്ല. അവർക്ക് ഭയങ്കര ശ്രദ്ധ കൊടുത്തില്ല. എങ്കിലും അല്ലെങ്കിലും അവർ അങ്ങനെ ചത്തുപോയി. പിന്നെയാണ് ഞാൻ അവരെ വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തപ്പോൾ ഒരുത്തനെ പോലും അവിടെ കാണാനില്ല. വില്ലേജർ അങ്ങനെ പോയി. അത് ഞാൻ എന്തെങ്കിലും ഒപ്പിക്കാമെന്ന് വിചാരിച്ചു, ബട്ട് അതൊന്നും നടന്നില്ല. അപ്പോഴേക്കും നമ്മുടെ വേൾഡ് ഡിലീറ്റ് ആയിപ്പോയി. സോ ഇങ്ങനെയൊക്കെയാണ് ചുറ്റിക്കറങ്ങിയപ്പോൾ വന്ന. എൻ്റെ അടുത്ത് ഇൻവെർട്ടറൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് ഞാൻ തന്നെ മറന്നുപോയി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഡിലേ പോയതുകൊണ്ട് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതൊന്നും കൃത്യമായിട്ട് പറയുള്ള. സോ ഇവിടുന്ന് ഞാനിപ്പോൾ നടക്കാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ ഇൻവെർട്ടർ ഓണാക്കിയത് ഫുഡ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. സോ ഫുഡ് കഴിച്ചു. സോ ഇനി നമുക്കിനി ഇവിടെ ആ ബ്ലാക്ക് സ്മിത്തിൻ്റെ അവിടുത്തെ സീനൊന്ന് കാണാം. ഓക്കെ, ഇതാണ് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്. അതിൻ്റെ ഇടയ്ക്ക് കോപ്പർ ഞാൻ മൈൻ ചെയ്തെടുത്തു കുറച്ച്. സോ ഇത് ഓർന്നപ്പോഴാണ് എനിക്ക് കുറച്ച് ഒബ്സിഡിയൻ കിട്ടിയായിരുന്നു, അയൺ കിട്ടിയായിരുന്നു, പിന്നെ ഒരു അയൺ ഹെൽമെറ്റ് കിട്ടിയായിരുന്നു. സോ നമുക്ക് ആർമർ എന്ന് പറഞ്ഞൊരു ഗോൾ ഉണ്ടാക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഇച്ചിരി എളുപ്പമായിരിക്കും. കുറച്ച് അയൺ കൂടി മതിയാവും. പിന്നെ എനിക്ക് പറഞ്ഞിട്ടും തീരാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷെയ്ഡറിൻ്റെ പോലെ ഷെയ്ഡർ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡൗൺലോഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ബട്ട് എന്താണെന്നറിയില്ല, ഈ വേൾഡായിട്ട് നല്ലോണം മാച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ വീഡിയോയിൽ ഇത് പറയില്ലെങ്കിലും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ഈ ഷെയ്ഡർ ഭയങ്കര ഇഷ്ടമായി. സോ ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഡൗൺലോഡ് ചെയ്യണേന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. സാധാ ബെഡ്റോക്ക് വെർഷനിൽ 100% വർക്കിംഗ് ആണ്. പിന്നെ ഫ്രഷ് ആനിമേഷൻ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്, ബിക്കോസ് അതാണ് ലാഗ് അടിക്കണ കാരണം. സോ പ്രത്യേകിച്ച് ഞാൻ ഒന്നും പിന്നെ പ്ലാൻ ചെയ്തില്ല. അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ നിർത്തി വെച്ചു, വീഡിയോ എൻഡ് ചെയ്തു. പിന്നെ കുറേ നേരം ഇങ്ങനെ ചുറ്റിക്കറങ്ങണം എന്തൊക്കെയോ പറഞ്ഞ്. സോ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇത്ര ഉള്ളൂ. ഇവിടെ വെച്ച് ഞാൻ കട്ടിയാണ്, ബിക്കോസ് ഡിലേ ആയതുകൊണ്ട് കുറേ എപ്പിസോഡ് പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. അതിപ്പോൾ വേറെ ബ്ലാക്ക് സ്മിത്തിൻ്റെ ഹൗസ് എന്ന് ഞാൻ ചുറ്റിക്കറങ്ങണതാണ്. സോ എപ്പിസോഡ് എന്തായാലും അത് ഇത്ര ഉള്ളൂ. ഇനി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുമ്പോൾ നമുക്ക് ഒരു സിസ്റ്റം കൂടി കൊണ്ടുവരാം, ഒരു ഗോൾ സിസ്റ്റം. അതാകുമ്പോൾ നമുക്ക് ഒരു ദിവസം ഇത്ര ഗോൾ ചെയ്യണമെന്നും പറഞ്ഞ് ചെയ്താൽ അത് ഇച്ചിരിയും കൂടി എളുപ്പമായിരിക്കും. ഇതിപ്പോൾ അയൺ മൈനിങ്ങിന് പോവാം അങ്ങനെയൊക്കെ പറഞ്ഞ്. സോ ഇന്നത്തേൽ വലിയതൊന്നും ഉണ്ടായില്ല. ഞാൻ ജസ്റ്റ് ആ കൂടി വേൾഡിലൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് സ്റ്റോൺ വെപ്പൺസ് ഉണ്ടാക്കുക എന്നതായിരുന്നു ജസ്റ്റ് ഒരു ഇതുണ്ടായേ. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവിടെ വില്ലേജർ ബ്രീഡ് ആവണ്ടായിരുന്നു. അത് ആയിരുന്നു പിന്നെ ഞാൻ കാട്ടി.
സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ഷെയർ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ്. പിന്നെ നമ്മൾ സെക്കൻഡ് ചാനൽ തുടങ്ങിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതും കൂടി ജസ്റ്റ് ഒന്ന് സബ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ എല്ലാം ഇത്രയുള്ളൂ. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ ബൈ.